ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് പാടത്ത് നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് വെച്ചത് അത് നമ്മൾ വായിച്ചതല്ലേ? നീ നട്ടതൊക്കെ ഞാൻ പറിച്ചു കളയൂന്ന്, ശരിയല്ലേ? എന്റെ മോളെ, ഞാൻ ഇതിനെ സമ്മതിച്ചത് തന്നെ രഘുവേട്ടൻ വന്നാ പിന്നെ ഒന്നിനെ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് അവന്റെ വിരട്ടും ഭീഷണി ഒന്നും നമ്മളോട് നടക്കില്ല. അതുവരെ ഒരാളുടെ ശല്യമല്ലേ, അത് ആ വഴിക്ക് അങ്ങ് പോട്ടെ. എപ്പോഴാ ആ അവതാരത്തിന്റെ വരവ്? അറിയില്ല, നാളെ എപ്പോഴെങ്കിലും എത്തുമായിരിക്കും. അമ്മ, വരുന്നത് യാരായിരുന്നാലും ശരി, ആണോ പെണ്ണോ, നമ്മുടെ കുടുംബം എപ്പടി പോകുന്നോ അതുക്ക് ദോഷം പറ്റാതെ നിൽക്കുന്ന ആൾ തന്നെ ആയിരിക്കണം. പറയേണ്ടതെല്ലാം അവര് വരുമ്പോ തന്നെ പറയാൻ വേണ്ടും. ഓക്കെ വാ. കുടുംബത്ത് കയറുന്ന ആളെ വിട്. പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഞാൻ പറയും. ജയാറ് വരട്ടെ, ബാക്കി അപ്പ കാണാം നമുക്ക്. ജേക്കബ്, നിങ്ങൾ അതിന്റെ സോഴ്സ് എനിക്കൊന്ന് കണ്ടെത്തി തരണം. അധികം വൈകാൻ പാടില്ല. ഞാൻ നാളെ ഓഫീസിലുണ്ടാവും. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് വരൂ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ജേക്കബ് ഒരു പോലീസുകാരനാണ്. അയാളിപ്പോൾ സസ്പെൻഷനില്ല. നല്ലവനായിപ്പോയെന്നതാ കുറ്റം. സീനിയർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ തീരുമാനിച്ചപ്പോൾ അയാളെ രക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങി ആപത്തിൽ വിട്ടു. അയാള് വിചാരിച്ച മനുവിനെ സഹായിക്കാൻ പറ്റുമോ? അയാൾക്ക് പ്രത്യേകിച്ചൊന്നും സാധിക്കില്ല. ഇപ്പൊ എന്നെക്കുറിച്ചും കാണിമല പുനരധിവാസത്തിനെ കുറിച്ചും 1-2 വീഡിയോസ് ആരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലാൻഡാണ്. അതിന്റെ പുറകിൽ ആരാണെന്നറിയാൻ ജേക്കബിനെ കൊണ്ട് സാധിക്കും. വീഡിയോ എല്ലാരും കാണത്തില്ലേ? കാണും. വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥര് അഴിമതി കാണിച്ചു എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ആണല്ലോ. ഇപ്പോ വീഡിയോയിൽ ചില സംശയങ്ങളെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ആളുകളുടെ പ്രതികരണം ഉണ്ടാകും. വാർത്ത കാട്ടുതീ പോലെ പരക്കും. ഫണ്ടിൽ തിരിമറി നടന്നിട്ടുള്ളത് സത്യമായതുകൊണ്ട് വകുപ്പ് തല അന്വേഷണം ഞാൻ നേരിടേണ്ടി വരും. ചിലപ്പോ എന്നെ സസ്പെൻഡ് ചെയ്തേക്കാം. മനു എന്തൊക്കെയാ പറയുന്നേ? സാധ്യതകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ ഇതറിയുമ്പോൾ താൻ കൂടുതൽ വേദനിക്കാതിരിക്കാൻ വേണ്ടി. വലിയ പഠിപ്പും വലിയ ഉദ്യോഗവും ഒക്കെ ആളുകൾക്ക് മുൻപിൽ നിവർന്നു നിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനിടയിലുള്ള ഇത്തരം ചതികളൊക്കെ ഉണ്ട് ജ്യോതി. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നല്ലത് ചെയ്യണമെന്ന് കരുതി ഉദ്യോഗത്തിനെത്തുന്നവര് ചീത്തയായി പോകുന്നത്. മനു അവർക്ക് വഴങ്ങി കൊടുക്കണമെന്നാണോ? അതൊരിക്കലും ഞാൻ ചെയ്യില്ല. ഒരാളുടെയും ഭീഷണി ഏറ്റുവാങ്ങി ഈ ജോലി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഈ ജോലി പോയാലും തന്നെയും മോനെയും നോക്കാനുള്ള ധൈര്യമൊക്കെ എൻ്റെ മനസ്സിനുണ്ട്. അതിപ്പോഴേ മനസ്സിലുറപ്പിച്ചാൽ പിന്നെ ആരും ചതിക്കില്ലല്ലോ. എന്റെ ദോഷമായിരിക്കും എല്ലാരും പറയാ. ഇതിനിടയിൽ അങ്ങനൊരു കാര്യം കൂടി പറയണ്ട. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. നമ്മളെ കൊണ്ടാവും വിധം നേരിടും, അത്ര തന്നെ.
പറ്റി? എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണോ? ഞാൻ എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുകയായിരുന്നു. ഈ സംഭവിച്ചവനൊക്കെ വേറൊരു കാരണക്കാരുമില്ല. എന്റെ ചില തോന്നലുകൾ, പ്രവൃത്തികൾ. ഒറ്റയടിക്ക് കർഷകരെ ഉദ്ധരിക്കാൻ പോയതാ. അവസാനം കിടപ്പാടവുമില്ല, അടുത്തറിയാവുന്നവരുടെ കിടപ്പാടവും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. എന്താ ഹരി ഇങ്ങനെ? അമ്മ വളരെ സിൻസിയർ ആയിട്ടല്ലേ സംസാരിച്ചത്? അത് ഹരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ, സ്നേഹമാ. തനിക്കും അമ്മാവനും എല്ലാവർക്കും എന്നോട് സ്നേഹമാ. ആ സ്നേഹമുള്ളവരെ എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വീർപ്പ് കൂട്ടിക്കുന്നത്. തനിച്ചൊരു അപകടത്തിൽപ്പെട്ടതായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. സങ്കടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാം കൂടി ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്താ? അമ്മ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാ പിടിച്ചു കയറാൻ പറ്റുമെന്ന് ആത്മവിശ്വാസം പറഞ്ഞതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് തളർന്നു പോകുന്നതാ എനിക്ക് പിടിക്കാതെ വരുന്നത്. നാളെ മുതൽ പുതിയൊരു കാവൽക്കാരൻ, അതോ കാവൽക്കാരിയോ അറിയില്ല. എടോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ നെറുകയിൽ ഹാണിയടിച്ച് കയറ്റുന്നതിന് തുല്യമല്ലേ? പാവം സുജാതേണ്ടി, അങ്ങനെ ഒരാളെ സഹിക്കേണ്ട കാര്യം എന്താ? ഒരേ ഒരാള് മാത്രമേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുള്ളൂ, ആ ജീവൻ. അയാള് പറഞ്ഞതൊക്കെ അയാള് നേടി. ഓർമ്മയുണ്ടല്ലോ എനിക്ക്, അന്ന് പാടത്ത് നിന്ന് അയാൾ പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് വെച്ചത്. അത് നമ്മൾ വായിച്ചതല്ലേ? നീ നട്ടതൊക്കെ ഞാൻ പറിച്ചു കളയൂന്ന്. ശരിയല്ലേ? നാട്ടിലും പാടത്തും നട്ടത് മാത്രമല്ല, മനസ്സിൽ വിതച്ച സ്വപ്നങ്ങൾ പോലും പറിച്ചു കളഞ്ഞില്ലേ? ഹരി, നാളെ വരുന്ന ആള്, അതാണിപ്പോ ഹരിയുടെ ടെൻഷൻ. നമ്മുടെയൊക്കെ മുന്നില് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുനാമി വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കം വന്നില്ലേ, കൊറോണ വന്നിട്ടില്ലേ? അന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ കാലവും കടന്നു പോവും. നമ്മുടെ കാര്യത്തിൽ അത് ശരിയാ. ഈ കാലവും കടന്നു പോവും. നാളെ വരുന്നത് അതാണായാലും പെണ്ണായാലും വരുന്നവര് ഒരു ഗസ്റ്റ് വീട്ടിൽ വരും, കുറച്ചു കാലം താമസിക്കും. അങ്ങനെ കാണാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടെയുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും പറയല്ലേ? പിന്നെ എന്തിനാ ഹരി? എത്ര പരീക്ഷണങ്ങൾ താണ്ടിയാ നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനിയും പരീക്ഷണം തന്നെയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ നേരിടണം. പണ്ടായിരുന്നെങ്കിൽ ചത്ത് കളയുന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ ജീവിക്കണം, എങ്ങനെയും ജീവിക്കണം. മധുര നൊമ്പരക്കാറ്റ്